ചൈനീസ് അക്കാദമി ഓഫ് സയൻസസിലെ ഹേഫെയ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ സയൻസസിലെ ഗവേഷക സംഘം ശുക്രന്റെ മേഘങ്ങളെക്കുറിച്ച് പുതിയ കണ്ടെത്തലുകൾ നടത്തി. ശുക്രന്റെ കട്ടിയുള്ള മേഘപാളികൾ ഗ്രഹത്തിന്റെ ഊർജ്ജ സന്തുലിതാവസ്ഥയിലും അന്തരീക്ഷ സംക്രമണത്തിലും പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ പഠനം നടത്തിയത് ചൈനീസ് അക്കാദമി ഓഫ് സയൻസസിലെ ഹേഫെയ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ സയൻസസിലെ ഒരു ഗവേഷക സംഘമാണ്. ഹേഫെയ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ സയൻസസ് ആണ് ഈ ഗവേഷണത്തിന് നേതൃത്വം നൽകിയത്. ശുക്രന്റെ മേഘങ്ങളുടെയും നേരിയ മൂടൽമഞ്ഞിന്റെയും സൂക്ഷ്മ ഭൗതിക സവിശേഷതകൾ കണ്ടെത്തുന്നതിനും വിലയിരുത്തുന്നതിനുമുള്ള കഴിവ് അവർ മുന്നോട്ടു കൊണ്ടുവന്നു. ഈ പഠനത്തിൽ ഗവേഷകർ ശുക്രന്റെ മേഘങ്ങളുടെയും നേരിയ മൂടൽമഞ്ഞിന്റെയും ഒരു ലെയേർഡ് അറ്റ്മോസ്ഫെറിക് മോഡൽ നിർമ്മിച്ചു. ശുക്രന്റെ മേഘങ്ങളുടെയും മൂടൽമഞ്ഞിന്റെയും പ്രധാന എയറോസോൾ പാരാമീറ്ററുകളോടുള്ള തീവ്രതയുടെയും പോളറൈസേഷന്റെയും പ്രതികരണം അവർ വിലയിരുത്തി. തീവ്രതയുടെയും പോളറൈസേഷന്റെയും നിരീക്ഷണങ്ങൾ പ്രധാന എയറോസോൾ പാരാമീറ്ററുകളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് അവർ വിലയിരുത്തി. തീവ്രതാ അളവുകൾ താഴത്തെ മേഘപാളികളോട് കൂടുതൽ പ്രതികരിക്കുന്നതായി അവർ കണ്ടെത്തി. തീവ്രതാ അളവുകൾക്ക് താഴത്തെ മേഘപാളികളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയും. പോളറൈസേഷൻ നിരീക്ഷണങ്ങൾ, പ്രത്യേകിച്ച് ചെറിയ ഘട്ടം കോണുകളിൽ, മുകളിലെ മേഘങ്ങളുടെയും നേരിയ മൂടൽമഞ്ഞിന്റെയും കണികാവലുപ്പത്തെയും അപവർത്തന സൂചികയെയും നന്നായി നിയന്ത്രിക്കുന്നു. തീവ്രതയും പോളറൈസേഷൻ അളവുകളും സംയോജിപ്പിക്കുന്നത് വീണ്ടെടുക്കാവുന്ന വിവരങ്ങളുടെ അളവ് ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് ടീം കണ്ടെത്തി. സിഗ്നൽ ഇൻഡെക്സിനായുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉപയോഗിച്ച് സംയോജിത അളവുകൾ കൂടുതൽ വിവരങ്ങൾ നൽകുമെന്ന് അവർ തെളിയിച്ചു. വെൻസ്പെക്കച്ച് ഉപകരണത്തിൽ നിന്നുള്ള നിയർ ഇൻഫ്രാറെഡ് ബാൻഡുകൾ ചേർക്കുന്നത് മുകളിലെ മേഘ പാരാമീറ്ററുകളുടെയും അപവർത്തന സൂചികയുടെയും വീണ്ടെടുക്കൽ കൂടുതൽ മെച്ചപ്പെടുത്തുന്നു. ഈ പഠനം ശുക്രന്റെ അന്തരീക്ഷ എയറോസോളുകളെക്കുറിച്ച് പഠിക്കുന്നതിന് പുതിയ ഉൾക്കാഴ്ചകൾ നൽകുന്നു. ശുക്രന്റെയും മറ്റ് ഭൗമഗ്രഹങ്ങളുടെയും അന്തരീക്ഷ എയറോസോളുകൾ പഠിക്കുന്നതിന് ഈ ഗവേഷണം പുതിയ ഉൾക്കാഴ്ചകൾ നൽകുന്നു. ഈ കണ്ടെത്തലുകൾ ഇക്കറസ് എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി ലേഖനം വായിക്കുക. കണ്ടതിന് നന്ദി.